നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സമറിയായിൽ നിന്ന് യേശു ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജ്യസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നെന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറിയെന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവൻ വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുനാഥനിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞനുച്ചന്മാരെ, അനുജത്തിമാരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ദൈവപുത്രൻ്റെ അധികാരവും അവൻ്റെ വാക്ക് എത്രമാത്രം ശക്തിയുള്ളതാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. രാജ്യസേവകൻ യേശുവിനെ സമീപിക്കുന്നത് തൻ്റെ വീട്ടിലേക്ക് വരണമെന്നും ആസന്ന മരണനായ തൻ്റെ പുത്രനെ സുഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ യേശുനാഥൻ കൂടെ പോകുന്നില്ല. യേശുനാഥൻ പറയുകയാണ്, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, നിന്റെ മകൻ സൗഖ്യം പ്രാപിക്കും. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് ആ പിതാവ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും ആ വാക്ക് പൂർണ്ണമായി വിശ്വസിക്കുകയും ഹൃദയത്തിൽ ആ വിശ്വാസം നിലനിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് അവൻ്റെ മകൻ സൗഖ്യം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ വളർന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളം ലഭിക്കുമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും കാണപ്പെടാത്തത് ഉണ്ട് എന്നുമാണ് എന്ന് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഹൃദയത്തിലൂടെ ആഴമായ വിശ്വാസത്തിൽ വളരുവാൻ ചോദ്യം ചെയ്യലില്ലാതെ, തെളിവുകൾ ആവശ്യപ്പെടാതെ പൂർണ്ണമായിട്ട് ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവ അവബോധത്തിൽ വളരുമ്പോഴാണ് നമ്മളിലെയൊക്കെ വിശ്വാസ വർധന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഈ പിതാവ് യേശുവിൻ്റെ വാക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തിൽ ഒരു തീർത്ഥയാത്ര നടത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം ക്ലേശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ആ ശക്തിയാൽ നമുക്ക് ജീവിതം പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുണ്ട്. പ്രതിസന്ധികളിൽ പതറാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആശ്വാസവാക്കുകളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ന്യായമില്ലേ വിധവയോട് യേശുനാഥൻ പറയുന്നുണ്ട്, കരയേണ്ട. ദൈവത്തിൻ്റെ ആ വാക്ക് എത്രമാത്രം സാന്ത്വനം നിറഞ്ഞതാണ്. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ സൗഖ്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ ആ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ച് മടങ്ങിപ്പോയ ആ പിതാവിന് ഒരു സന്തോഷ വാർത്തയാണ് പിന്നീട് ഭൃത്യന്മാരിൽ നിന്ന്
കേൾക്കേണ്ടി വന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇപ്രകാരമുള്ള സന്തോഷകരമായ വാർത്തകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകും. രണ്ടാമതായിട്ട്, കഷ്ടപ്പാടുകളിൽ അവൻ്റെ ഒരു ആശ്വാസം തേടിയാണ് അവൻ യേശുവിൻ്റെ പക്കലെത്തുന്നത്. ആവശ്യവുമായിട്ടാണ് അവൻ കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗപീഠകളും നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുന്നത്. പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ നമ്മൾ നട്ടം തിരിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഉലയുമ്പോഴൊക്കെ, ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ ഉലയുന്ന മരങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തെ സമീപിക്കുന്നുണ്ട്. നമ്മൾ സമീപിക്കേണ്ടതും അവനെ തന്നെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഈ രാജസേവകൻ ദൈവപുത്രനെ സമീപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗപീഠകളുമൊക്കെ കടന്നു വരുമ്പോൾ ദൈവപുത്രനെ സമീപിക്കുക. അവൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് സൗഖ്യം പകരും. അത് ഉറപ്പാണ്. ഈ രാജസേവകന് ഈ ആവശ്യമായിട്ട് ദൈവപുത്രനെ സമീപിക്കുകയാണ്. അത് ദൈവപുത്രൻ അവന് നിവർത്തിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 11 വചനം പറയുന്നത്, നാം നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 28 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പൂർണ്ണമായി ദൈവത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ പൂർണ്ണമായി ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവ്യബലിയിലും ശതാധിപൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഏറ്റുപറയുന്നത്. കർത്താവേ, അങ്ങൊരു വാക്കരുളി ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ വാക്ക് ഇരുതല വാളിനേക്കാൾ ശക്തിയേറിയതാണ്. ദൈവത്തിൻ്റെ വാക്ക് നമ്മളെ സുഖപ്പെടുത്തുവാൻ കരുത്തുള്ളതാണ്. ദൈവത്തിൻ്റെ വാക്ക് ആത്മാവും ശക്തിയുമാണ്. ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കുക, ഹൃദയത്തിൽ എഴുതി ചേർക്കുക. ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ ജീവിതം അല്ലലില്ലാതെ കടന്നു പോകും. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാലാമതായിട്ട്, ഇവൻ പൂർണ്ണമായിട്ട് ദൈവപുത്രനിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും വിശ്വാസത്തിലേക്ക് വളരുകയാണ്, ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. അവനും അവൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് ദൈവപുത്രനിൽ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അവനും അവൻ്റെ കുടുംബവും ദൈവത്തിൽ ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് വളരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ, ദൈവത്തെ വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, ആ നമ്മളിലുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ആ ഉയർച്ച അത് മറ്റുള്ളവരിലേക്കും പകരുവാൻ നമുക്ക് സാധിക്കും. നമ്മളെ മൂലം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരിലേക്ക് ആ വിശ്വാസ ദീപ്തി കൊടുക്കുവാൻ നമുക്കും സാധിക്കും. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് വളർത്തുന്ന സാക്ഷികളായിട്ട് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കുക, ആ വചനം ഓരോ ദിവസവും വായിക്കുക. ആ വചനം അത്രമാത്രം ശക്തിയേറിയതാണ്. നമ്മുടെ ജീവിതത്തിലെ മനസ്സിലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളെല്ലാം നീക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സ് ആടിയുലയുമ്പോൾ, വിഷാദത്തിലേക്ക് വീണു പോകുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജസേവകൻ ചെയ്തതുപോലെ അവനും അധികാരമുള്ളവനായിരുന്നു. എങ്കിലും ദൈവപുത്രനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു എളിമപ്പെടുത്തിക്കൊണ്ട് അവൻ ദൈവപുത്രനെ സമീപിക്കുകയാണ്. നമുക്കും പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കാം. നമ്മളിലുള്ള അഹങ്കാര ചിന്തകൾ വിട്ടൊഴിയട്ടെ. നമ്മളിൽ മനസ്സിൽ എളിമയുള്ള ഒരു ഹൃദയം രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന ഓരോ ദിവ്യബലിയിലും നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടുത്തെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ശരീരം നമുക്കായി മുറിച്ച് പങ്കിട്ട് തരുന്നുണ്ട്.
ഓരോ ദിബിബലിയും നമുക്ക് അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവോടെ ഓരോ ദിബിബലിയിലൂടെയും അവൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ, അവൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുവാൻ, അവൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.